വന്ദനം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേ പടിയിരിക്കും. അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കുമെന്ന് ഈശോയുടെ വചനം പൂർത്തീകരിക്കാൻ വേണ്ടി കുടുമാളൂരിലെ കുട്ടത്തുവാഴത്തെ 100 മേനി ഫലം പുറപ്പെടുവിക്കുന്ന നല്ല നിലത്ത് വീണ വിത്താണ് വിശുദ്ധ അൽഫോൻസാമ. അഴിയാനും പൊടിയാനും വേദനയുടെ വഴിയിലൂടെ സന്തോഷത്തോടെ നടന്നെങ്കിയ വിശുദ്ധ ശൈശവം മുതൽ വേദനയുടെ കൂരുമ്പുകൾ മാത്രം ഏറ്റെടുത്തപ്പോഴും ഈശോയെ സ്വന്തം ഹൃദയത്തിൽ ഏറ്റെടുത്ത അവർക്ക് സകലം ഒരു ഭാരമായിരുന്നില്ല. മറിച്ച് ഈശോയുടെ സ്നേഹപർശനമായി അവളെ സ്വീകരിച്ചു. ഒറ്റപ്പെടുത്തലിലും കുറ്റപ്പെടുത്തലിലും രോഗാവസ്ഥയിലും യേശുനാഥനോടുള്ള സ്നേഹം ആഴപ്പെടുത്തുകയായിരുന്നു. ഈ വേദനകളെല്ലാം യേശുനാഥന്റെ വാഗ്ദാനമായി മാത്രമേ അവൾ കരുതിയുള്ളൂ. എന്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും സഹിക്കുവാനില്ലാത്ത ദിനങ്ങൾ നഷ്ടദിനങ്ങളായാണ് അൽഫോൻസാമ കരുതിയത്. കാരണം സകലങ്ങൾ ദൈവത്തിന്റെ ചുടുചുംബനങ്ങളായി അവൾ കരുതി. അല്പം ശാരീരിക വിഷമതകൾ കുറഞ്ഞാൽ അവൾ ദൈവത്തോട് പിണങ്ങും. കാരണം ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ, എനിക്ക് വേദനകൾ പോരാ, സകലം പോരാ, ഇനിയും കുരിശുകൾ കിട്ടണം. തന്നില്ലെങ്കിൽ അവൾ ദൈവത്തോട് ചോദിച്ചു വാങ്ങും. ഇതായിരുന്നു അൽഫോൻസാമയുടെ മനോഭാവം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മറ്റാളുകളെ പീഡിപ്പിച്ചിരുന്ന രോഗങ്ങളും അൽഫോൻസാമ ഏറ്റെടുത്തിരുന്നു. പാരവശ്യത്തിനിടയിൽ പോലും അവൾ പറയുമായിരുന്നു, കഷായം തന്നെ എന്റെ പിതാവ് തന്നെ പഞ്ചസാരയും തരുമെന്ന്. ദൈവിക പ്രകാശത്തിൽ എപ്പോൾ നടക്കാൻ ആഗ്രഹിച്ച അൽഫോൻസാമ ദൈവിക പദ്ധതിക്ക് ആമേൻ പറയുകയാണ് ഉണ്ടായത്. ആധുനിക ലോകത്തിന് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം ഒരു വെല്ലുവിളിയാണ്. ജീവിച്ചിരുന്ന കാലത്ത് മഠത്തിന്റെ മതിലുകൾക്കപ്പുറത്ത് അവൾ അറിയപ്പെട്ടിരുന്നില്ല. എന്നാൽ ആ വിശുദ്ധ തന്റെ ജീവിതം ദൈവശ്രേഷ്ഠത്തിന് സമ്പൂർണമായി സമർപ്പിച്ചുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി ലോകത്തെ പതിപ്പിച്ചു. അതേ സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം ചിന്തിക്കാം. വിശുദ്ധിയാകുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്ന വിശുദ്ധ അൽഫോൻസാമയുടെ ചോദ്യം ക്രൈസ്തവ മക്കളായി നാം നമ്മോട് തന്നെ ചോദിക്കണം. അപ്പോൾ അവൾ കാണിച്ചു തന്ന പാതയെ നമുക്കും മുന്നേറാം. അങ്ങനെ സ്വർഗത്തിലെ അവകാശികളാവാൻ നമുക്കും പരിശ്രമിക്കാം. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്.